സോ ഇന്നലെ ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ കുറച്ച് രസകരമായ സംഭവങ്ങളുണ്ടായി. ഫസ്റ്റ് ഓക്ലൻഡ് സിറ്റി അവരുടെ ഫസ്റ്റ് പോയിന്റ് നേടി. ബൊക്ക ജൂനിയേഴ്സിനെ 1-1 സമനിലയിൽ പിടിച്ചുകൊണ്ട് അവർ ഗ്രൂപ്പിൽ ഫസ്റ്റ് പോയിന്റ്സ് കരസ്ഥമാക്കുകയും ചെയ്തു. ഗ്രൂപ്പിൽ ഫോർത്താണ് അവർ ഫിനിഷ് ചെയ്തത്. പക്ഷേ എന്നാലും അതൊരു ഗ്രേറ്റ് വിക്ടറി പോലെ തന്നെയായിരുന്നു അവർക്ക്. അതുപോലെ തന്നെ ഇന്നലെ ബെൻഫിക്ക ബയണിനെ 1-0 തോൽപ്പിച്ചു. ഗ്രൂപ്പ് ടോപ്പേഴ്സായി ബയൺ ഗ്രൂപ്പിൽ സെക്കൻഡ്. അതുപോലെ തന്നെ ഇന്നലെ ചെൽസി 3-0 ട്യൂണീഷ്യൻ സൈഡിനെ തോൽപ്പിച്ച് ഗ്രൂപ്പിൽ സെക്കൻഡായി. 1-1 സമനിലയിൽ ഫ്ലമംഗോയും അതുപോലെ തന്നെ LAFC ആയിട്ടുള്ള മത്സരം പിരിയുകയും ഫ്ലമംഗോ ഗ്രൂപ്പിൽ ടോപ്പേഴ്സ് പോയി. സോ ഇന്നലെ ഡെലാപ്പൊക്കെ ഒരു കിഡിലൻ ഗോൾ നേടിയ ഒരു മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തിൽ ജയിച്ചതോടുകൂടി സെക്കൻഡ് ഫിനിഷ് ചെയ്ത ചെൽസി അപ്പുറത്തെ ഗ്രൂപ്പ് ടോപ്പേഴ്സായ ബെൻഫിക്കനെയും ഫസ്റ്റ് ഫിനിഷ് ചെയ്ത ഫ്ലെമംഗോ ഇപ്പോഴത്തെ ഗ്രൂപ്പിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്ത ബയൺ മ്യൂണിക്കിനെ നേരിടുന്നു. സോ നോ ചെൽസി വേഴ്സസ് ബയൺ മ്യൂണിക് ഇൻ റൗണ്ട് ഓഫ് 16. സോ അവിടുന്ന് നമ്മൾ നേരെ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ട് പോവുകയാണ്. സോ എവർട്ടൺ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും വിൽഫ്രഡ് NDDയുടെ 9 മില്യൺ പൗണ്ട്സിന്റെ റിലീസ് ക്ലോസ്, ലെസ്റ്റർ റെലഗേറ്റ് ആയ ആൾക്ക് 9 മില്യൺ പൗണ്ട്സിന്റെ റിലീസ് ക്ലോസ് ഉണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയുടെ ഉനൈ എമറി സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ് ബാർസലോണയുടെ ഫെറാൻ ടോറസിൽ എന്നാണ് ഗ്രാംബേലിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ബാർസലോണ ഫെറാൻ ടോറസിനെ അൺടച്ചബിൾ ആയിട്ട് വെച്ചിട്ടില്ല, പക്ഷേ പാർട്ട് ഓഫ് ദ പ്രോജക്റ്റ് ആയിട്ടും ആണ് കാണുന്നത്. സോ ഒരു 50 മില്യന് മുകളിലുള്ള ഒരു ബിഡ് ബാർസലോണ എന്റർടൈൻ ചെയ്യുന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ ലയോൺ ഒഫീഷ്യലി സെക്കൻഡ് ഡിവിഷനിലോട്ട് റെലഗേറ്റ് ആയിട്ടുണ്ട് ഫോർ ഫൈനാൻഷ്യൽ മിസ്പ്രോട്ട്. അതിനകത്ത് തന്നെ അവരുടെ പല പ്ലേയേഴ്സ് ഇപ്പം നിങ്ങൾക്ക് ലിസ്റ്റ് കാണാം. ഇപ്പം മാലിക് ഫൊഫാന അതുപോലെ തന്നെ തിയാഗോ അൽമേഡ ഒക്കെ പോലത്തെ പ്ലേയേഴ്സ് മാർക്കറ്റിൽ വളരെ കട്ട് പ്രൈസിന് കിട്ടും. സോ പല ക്ലബ്ബുകളും ഇൻട്രസ്റ്റഡ് ആണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൻഡർസന് ഒരു ക്ലോസ് ഉണ്ട്, ഈ സമ്മറിൽ ആൾക്ക് വേണം ഫ്രീ ഏജന്റ് ആയിട്ട് അയാക്സ് വിടാന്നുള്ളൊരു ക്ലോസ്. സോ ആ ക്ലോസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നോട്ടിംഗം ഫോറസ്റ്റും മാർസയും ആലോചിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇസാക്കിന്റെ മുമ്പിൽ ക്ലബ് ഹിസ്റ്ററിയിൽ തന്നെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ആക്കാനായിട്ടുള്ള ഒരു വമ്പൻ കോൺട്രാക്ട് പ്രപ്പോസൽ ന്യൂകാസിൽ വിടാൻ ഒരുങ്ങുന്നു എന്ന് കേൾക്കുന്നു. സോ അവരവരുടെ ഒരു സാലറി സ്ട്രക്ചർ ഉണ്ട്, അവരുടേതായ ഒരു റൂൾ ഉണ്ട്, അത് ബ്രേക്ക് ചെയ്യാനായിട്ട് പോകാണെന്ന് കേൾക്കുന്നു ഫോർ ഇസാക്ക്. റീസെന്റ് കേട്ട റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇസാക്ക് ലിവർപൂളിൽ ജോയിൻ ചെയ്യാൻ കീഴാണെന്നും അത് ഉടനെ തന്നെ ന്യൂകാസിലിനെ അറിയിക്കുമെന്നും വാർത്തകളുണ്ട്. ന്യൂകാസിലിന്റെ ഇനീഷ്യൽ കോൺട്രാക്ട് റിന്യൂവൽ പ്രപ്പോസൽ എല്ലാം പുള്ളി റിജക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. സോ ലെറ്റ്സ് സീ എങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ നെയ്മർ ആണെങ്കിൽ സാന്റോസുമായിട്ട് 6 മന്ത്സോടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു. നമുക്കറിയാം ബ്രസീലിയൻ ലീഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡിസംബറിലെ അത് ഇരുത്തുള്ളൂ. സോ എൻഡ് ഓഫ് ദ സീസൺ വരെ ആൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൻസു ഫാട്ടി ടു മൊണോക്കോ ഹിയർ വിഗോ വന്നിട്ടുണ്ട്. ആള് 1 more year കോൺട്രാക്ട് ബാർസയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈക്കാണ് ആൾ മൊണോക്കോയിൽ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നോട്ടിംഗം ഫോറസ്റ്റ് ആണെങ്കിൽ 19 മില്യൺ പൗണ്ടിന് 2 കിടിലൻ സൈനിങ്സ് നടത്തുന്ന പോലെ പോകുന്നുണ്ട്. മെയിൻലി യുവന്റസിന്റെ 2 സെൻസേഷനായ തിമോത്തേവേ മിഡ്ഫീൽഡറും അതുപോലെ തന്നെ സാമുവൽ മംഗോള എന്ന് പറയുന്നത് അവരുടെ 21 വയസ്സുകാരനായ യങ്സ്റ്റർ അറ്റാക്കർ. ഇവർ രണ്ടുപേരും 90 മില്യൺ പൗണ്ട്സിന്റെ ഒരു കമ്പൈൻഡ് പാക്കേജിന് കൊണ്ടിരുന്നു എന്നാണ് കേൾക്കുന്നത്. മംഗൂള 21 വയസ്സാണ്, തിമോത്തേവേക്ക് 25 വയസ്സുമാണ്. അതുപോലെ ഗ്യോക്കറസ് ഇനി സ്പോർട്ടിംഗ് ലിസ്ബണിന് വേണ്ടി കളിക്കത്തില്ല എന്ന് മാനേജ്മെന്റിനെ അറിയിച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ആസ് പെർ റിപ്പോർട്ട്സ് സ്പോർട്ടിങ്ങും അതുപോലെ തന്നെ ഇങ്ങനെയായിട്ടുള്ള ഗ്യോക്കറസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മോശമാണ്. സോ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ സ്ഥിതിക്ക് ഇനിയും തനിക്ക് ക്ലബ്ബ് വിടണമെന്നും ഒരു മത്സരം ഇവൻ പ്രീ സീസൺ പോലും ജോയിൻ ചെയ്യാൻ പ്ലാൻ ഇല്ല എന്നുള്ള രീതിയിലാണ് ആൾ അറിയിച്ചായിട്ട് വാർത്തകൾ വരുന്നത്. സോ ലെറ്റ്സ് സീ ഗ്യോക്കറസുമായിട്ട് ആർസണൽ ലിങ്ക്സ് ഇപ്പം വീണ്ടും സ്ട്രോങ്ങർ ആയി വരികയാണ്. അതുപോലെ തന്നെ സാൻജോയ്ക്ക് വേണ്ടി ഇപ്പം ക്ലബ്ബുകളുടെ ചെറിയൊരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സാൻജോയ്ക്ക് വേണ്ടി ഇപ്പം ഗസറ്റ ഡെല്ല സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് യുവന്റസ് ഡ്യൂസാൻ വ്ലാഹോവിച്ചിനെയും ഡഗ്ലസ് ലൂയിസിനെയും ഒരു ജേഡൻ സാൻജോ സ്വാപ്പ് ഡീലിന് മുമ്പിൽ പ്രപ്പോസലുമായിട്ട് വന്നെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വ്ലാഹോവിച്ച് ലാസ്റ്റ് ഇയർ ഓഫ് കോൺട്രാക്ട് ആണ്. ആൻഡ് വ്ലാഹോവിച്ച് യുവന്റസിന്റെ പ്ലാൻസിൽ ഇല്ലതായി. സോ വ്ലാഹോവിച്ചിന് ആരും വരുമ്പോൾ ആൾ 430K വേജസ് ഉണ്ട്. സോ അത് യുണൈറ്റഡ് എടുക്കുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡഗ്ലസ് ലൂയിസ് യുണൈറ്റഡ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും, പക്ഷേ ലാസ്റ്റ് സീസൺ ആൾക്ക് അധികം മിനിറ്റ്സ് കിട്ടിയിട്ടില്ല. ലാസ്റ്റ് സീസൺ ഇവ സോബാൻ. സോ അതിനകത്ത് തന്നെ സാൻജോ ഈ ഒരു സ്വാപ്പ് ഡീലിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അതേ സമയത്ത് ജോസെ മൊറീനോയുടെ ഫെനബാച്ച് സാൻജോയിൽ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്നും 15 മില്യൺ പൗണ്ട്സിന്റെ ഒരു പ്രപ്പോസൽ യുണൈറ്റഡിന്റെ ഫ്രണ്ടിൽ വിടാനായിട്ട് ഒരുങ്ങുകയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വിടുന്നുണ്ട്. സോ ഐ തിങ്ക് 15 മില്യൺ പൗണ്ട്സ് സാൻജോ നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും 25 മില്യൺ പൗണ്ട്സിന്റെ റിലീസ് ക്ലോസ് ആയിരുന്നു, അഥവാ ബൈ ഓപ്ഷൻ ആയിരുന്നു നമ്മുടെ ചെൽസിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. സോ മേ ബി ഒരു 20 മില്യൺ പൗണ്ട്സിന് മേളിൽ ഡിമാൻഡ് ചെയ്യുമായിരിക്കും. ബട്ട് 50 മില്യൺ പൗണ്ട്സിന്റെ ഒരു ഇനീഷ്യൽ പ്രപ്പോസലിൽ നിന്ന് 12 മില്യൺ യൂറോസിന്റെ ഒരു സാലറി പാക്കേജ് ഫെനബാച്ച് പുള്ളിക്ക് ഓഫർ ചെയ്തെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ചെൽസി അവരുടെ മാൻഡറ്ററി ബൈ ഓപ്ഷൻ 5 മില്യൺ പൗണ്ട് പേ ചെയ്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്തില്ല. സോ ലെറ്റ്സ് സീ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ന്യൂകാസൽ യുണൈറ്റഡ് ബേൺലിയുടെ ഗോൾ കീപ്പറായ ജെയിംസ് ട്രാഫോർഡിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നല്ലോ. സോ പുള്ളിക്ക് വേണ്ടിയുള്ള നീക്കം ഫെയിലിയർ ആയി. ബേൺലിയായിട്ടുള്ള നെഗോസിയേഷൻ കറക്റ്റായിട്ട് പോയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ലൂക്കാസ് ഷെവലിയാറിന്റെ ഡീലിൽ ലില്ലിന്റെ ഗോൾ കീപ്പറിനെ
വാങ്ങിക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയാണെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നത്. അത്ലറ്റിക്കാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലബ് ബ്രൂവും മാഞ്ചസ്റ്റർ യുണൈറ്റഡും AC മിലാനും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ക്ലബ് ബ്രൂവിന്റെ മിഡ്ഫീൽഡറായ ആർഡൻ ജസാരിയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ആൻഡ് ഇതിൽ AC മിലാനാണ് സീരിയസ്ലി നീങ്ങുന്നത്. ആദ്യം 25 മില്യൺ യൂറോസ് പ്ലസ് 5 മില്യൺ യൂറോസ് ആഡ് ഓൺസിന്റെ ഒരു പാക്കേജ് വിട്ടു, അത് അവർ റിജക്ട് ചെയ്തു. ഇപ്പം 27 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് 5 മില്യൺ ആഡ് ഓൺസ് ഉൾപ്പെടെ 32 മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജ് വിടാനായിട്ട് AC മിലാൻ പോവാണെന്ന് നിൽക്കുന്നു. ക്ലബ് ബ്രൂക്ക് 40 മില്യൺ യൂറോസ് ഫിക്സഡ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത് വാർത്തകളുണ്ട്. അതുപോലെ തന്നെ നോട്ടിംഗം ഫോറസ്റ്റ് എലാങ്കിക്ക് വേണ്ടി 45 മില്യൺ പൗണ്ട്സിന്റെ ഒരു ബിഡ് വിട്ടിരുന്നു, അത് അവർ റിജക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡിന്റെ കാര്യത്തിൽ എബോള ഒരു റിപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, ഡിയോഗോ കോസ്റ്റ, നമ്മുടെ പോർട്ടോയുടെ ഗോൾ കീപ്പറിൽ യുണൈറ്റഡ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ സീരിയസ്ലി ഡീല് നീങ്ങുന്നതായിട്ടൊന്നും വേറെ ട്രസ്റ്റബിൾ സോഴ്സിൽ നിന്നും കേട്ടതിൽ ഇപ്പോഴും എമിയുടെ പേരും കർണഷ്കയുടെ പേരുമാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബൊറൂസിയ ഡോർട്ട്മുണ്ട് നാപ്പോളി ഇവർക്കിടയിൽ, അത് ബൊറൂസിയ ഡോർട്ട്മുണ്ട് നാപ്പോളി ബൊളോഗ്ന ചെൽസി ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ബൊറൂസിയ ഡോർട്ട്മുണ്ടും ചെൽസിക്കും ഇടയിൽ ഇപ്പം ഫിഫ ക്ലബ് വേൾഡ് കപ്പിന്റെ ഇടയ്ക്ക് നെഗോസിയേഷൻസ് പ്രോഗ്രസ് ചെയ്യുകയും ഗിറ്റൻസ് ടു ചെൽസി ഉടനെ തന്നെ ഹിയർ വിഗോ കേൾക്കുന്നതാണ് കേൾക്കുന്നത്. 7 ഇയർ ഡീല് ഓൾമോസ്റ്റ് അഗ്രി ചെയ്ത് നിൽക്കുകയാണ്. സോ ബയൺ മ്യൂണിക്കിന്റെ പ്രപ്പോസൽ എല്ലാം താരം റിജക്ട് ചെയ്തെന്നും തനിക്ക് ചെൽസി മതി എന്നും പറഞ്ഞിരിക്കുകയാണ്. സോ 55 മില്യന്റെ ഒരു പൗണ്ട്സ് ആണെന്ന് തോന്നുന്നു ടോട്ടൽ പാക്കേജിന് അടുത്തോട്ട് വാല്യുവേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നു. സോ ഗിറ്റൻസ് ടു ചെൽസി ഈസ് ഹാപ്പനിങ്. സോ ഗിറ്റൻസിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് ബൊറൂസിയ ഡോർട്ട്മുണ്ട് കണ്ടിരിക്കുന്നത് മറ്റാരെയല്ല, ബൊളോഗ്നയുടെ പ്ലെയറായ ഡാൻ എൻഡോയനെയാണ്. സോ ഡാൻ എൻഡോയിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഡോർട്ട്മുണ്ട് ഇൻട്രസ്റ്റഡ് ആണ് ടോക്സ് തുടങ്ങിയെങ്കിലും ഡാൻ എൻഡോയായിട്ട് മറ്റൊരു ക്ലബ്ബ് പേഴ്സണൽ ടൈംസ് അഗ്രി ആയിട്ടിരിക്കുകയാണ്. സോ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഇപ്പോൾ ഡീൽ എൻ്റർ ആയിരിക്കുകയാണ്. നാപ്പോളിയുമായിട്ട് ഡാൻ എൻഡോയെ ഇപ്പം പിന്നെ ഇനിഷ്യലി ടോക്സ് നടത്തിയും വെർബൽ അഗ്രിമെന്റിൽ എത്തിയെന്നും കേട്ടിരുന്നു. അതേസമയത്ത് ക്ലബ്ബുകൾക്കിടയിൽ ബൊളോഗ്നയും നാപ്പോളിക്കും ഇടയിൽ പ്രൈസിന്റെ കാര്യത്തിൽ അഗ്രിമെന്റ് എത്തിയിട്ടില്ല. സോ ഓൾറെഡി നാപ്പോളിയുമായിട്ടുള്ള ആ ഒരു അഗ്രിമെന്റ് ബ്രേക്ക് ചെയ്തിട്ട് എൻഡോയ്ക്ക് ബൊറൂസിയ ഡോർട്ട്മുണ്ടുമായിട്ട് സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് അവർ തമ്മിൽ വെർബലി അഗ്രി ചെയ്തു, പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു എന്നേ ഉള്ളൂ, അല്ലാതെ പ്രൈസ് അഗ്രിമെന്റിൽ എത്തിയിട്ടില്ല ക്ലബ്ബുകൾ തമ്മിൽ. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. അതുപോലെ തന്നെ ടോട്ടനാം എബ്രച്ചേഴ്സയുടെ 68 മില്യൺ പൗണ്ട്സിന്റെ റിലീസ് ക്ലോസ് പേ ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. സോ വരും ദിവസങ്ങളിൽ മേ ബി ഒരു സ്റ്റേറ്റ്മെന്റ് സൈനിങ് ആയിരിക്കും, അതൊന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം കാർഡോസോയുടെ കാര്യത്തിലാണ്. സോ കാർഡോസോ ടു അത്ലറ്റിക്കോ മാഡ്രിഡ് ഈസ് ഹാപ്പനിങ്. 30 മില്യൺ യൂറോസിന് എക്സസ് ആയിട്ടുള്ള ഒരു പാക്കേജ് അത്ലറ്റിക്കോയും റയൽ ബെറ്റിസും തമ്മിൽ ഡിസ്കസ് ചെയ്ത് അഗ്രിമെന്റിൽ എത്തിയെന്ന് കേൾക്കുന്നു. സോ ഏത് നിമിഷവും ഡൺ ആവുമെന്ന് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെർജി ഡൊമിനിഗസിനെ 1.2 മില്യൺ യൂറോസ് ഫിക്സഡ് ഫീസിന് ബാർസലോണ, പിന്നെ 20% ഫ്യൂച്ചർ സെൽ ഓൺ ക്ലോസും, പിന്നെ പ്രയോറിറ്റി ആയിട്ട് ഫ്യൂച്ചറിൽ ബൈ ബാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും ബാർസലോണയ്ക്കുണ്ട്. സോ ഇതൊക്കെ വെച്ച് ഡൈനാമോ സാഗ്രബിലോട്ട് ആളെ വിട്ടിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് അറിയാം. നിക്കോയുടെയും അതുപോലെ തന്നെ നിക്കോ റൂണി ബാഡ്ഗെ, അതുപോലെ ബാർസലോണയുടെ ക്രിസ്ത്യൻസൺ സിറ്റുവേഷൻ ഒക്കെ വെച്ചാൽ നമുക്കൊരു വീഡിയോ പറ്റുവാണെങ്കിൽ ഉടനെ തന്നെ ചെയ്യാം. ബാർസലോണയുടെ സിറ്റുവേഷൻ ചോദിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഒരു വീഡിയോ ത്രൂ ഞാൻ ചെയ്യാമെന്ന് ഓർക്കുന്നു. ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, കുറച്ച് പറയാനുണ്ട്. അതുപോലെ തന്നെ മെയ്സൺ മൗണ്ട് ക്ലബ്ബ് വിടത്തില്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ നിൽക്കാനാണ് ആളുടെ ഡിസിഷൻ എന്ന് ഫാബ്രിസിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംബൂമോയ്ക്ക് വേണ്ടി 60 മില്യൺ പൗണ്ട്സിന് എക്സസ് ആയിട്ടുള്ള ഒരു ബിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടിരുന്നു. അത് ഒഫീഷ്യലി അവർ റിജക്ട് ചെയ്തിട്ടില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. മേ ബി ഒരു അഗ്രിമെന്റിലോട്ട് എത്തുകയാണ്. എംബൂമോ ടു യുണൈറ്റഡ് ഉടനെ നടക്കും. എംബൂമോ നടന്നാലും ഒരു സ്ട്രൈക്കറിനെയും കൂടെ അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെന്നും എക്കിറ്റിക്കയുടെ പേര് വീണ്ടും ലിങ്ക്ഡായി കാണുന്നുണ്ട്. സോ മറ്റേറ്റ എക്കിറ്റിക്ക്, വിക്ടർ ഒസിമൻ, ഇവൻ ഗ്യോക്കറസ്, ഈ 4 പ്ലേയേഴ്സുമായിട്ടുള്ള ലിങ്ക്സ് കാണുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.